ഹായ് എവ്രി വൺ, ആദിൽ ഹിയർ. സോ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലെ നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡലിനെ കുറിച്ചാണ്. എന്താണ് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ? നമ്മൾ പല തവണ നമുക്ക് പല യൂസ് കേസസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്താണിത് എന്നുള്ളത് നമ്മൾ ക്ലിയർ കട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ പല വീഡിയോസിലും പലയിടത്തായിട്ട് ജസ്റ്റ് ചെറിയ രീതിയിലൊന്ന് മെൻഷനാക്കി പോയിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ക്ലിയർ കട്ടായിട്ട് ഡിസ്കഷൻ ഇതിന്റെ മുകളിൽ നടത്തിയിട്ടില്ല. എന്താണ് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ കോഡ് എഴുതുന്നത് എന്ത് ഫോർമാറ്റിലാണ്. നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. HTML ടാഗ് അല്ലെങ്കിൽ ഹെഡ് ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റകൾ ഇത് നമ്മൾ ബ്രൗസറിലോട്ട് ലൈവ് സെർവർ വെച്ചിട്ട് അല്ലെങ്കിൽ സെർവറിൽ റൺ ചെയ്തിട്ട് ബ്രൗസറിലോട്ട് വരുന്ന സമയത്ത് നമുക്കിത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പിക്ചർ രൂപത്തിൽ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ആയിട്ട് നമുക്ക് ഈ സാധനങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? അല്ലേ? നമ്മളൊരു ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മൾ VS കോഡിൽ അല്ലെങ്കിൽ നമ്മുടെ HTML ഡോക്യുമെന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഓൺലി കോഡ്സ് മാത്രമാണ് അല്ലേ? ഇതൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ ഓരോരോ കോഡുകളാണ്. ഇതൊക്കെ കോഡ് മാത്രമേ ഉള്ളൂ ഇതിൽ, കണ്ടോ? ജസ്റ്റ് ടെക്സ്റ്റ് ഫോർമാറ്റ് ആണ് ഇതിലെല്ലാം വരുന്നത്. പക്ഷെ ഈ ഒരു സാധനം റൺ ചെയ്തിട്ട് നമ്മൾ ബ്രൗസറിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പിക്ചർ രൂപത്തിലാണ് അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അലൈൻഡും പൊസിഷൻഡും നല്ല കളേഴ്സിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും ടെക്സ്റ്റ് കളേഴ്സും ഒക്കെ ആയിട്ട് നല്ല വൃത്തിക്ക് നല്ല ഒരു പിക്ചർ രൂപത്തിലാണ് നമുക്ക് ഈ സാധനങ്ങൾ ബ്രൗസറിൽ വ്യൂ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അല്ലെ? അപ്പൊ ഇതിന്റെ ബിഹൈൻഡ് ദ സീനിലാണ് നമുക്ക് എന്തിന്റെ കാര്യം പറയാനുള്ളത്, ഡോമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ HTML അതാണ്. ഓക്കെ, ഇവിടെ കാണാം, ഫ്രം സ്റ്റാറ്റിക് കോഡ് ടു ഡൈനാമിക് മോഡൽ. നമുക്ക് HTML കോഡ്, നമ്മൾ HTML ഫയലില്ലേ, നമ്മുടെ സ്റ്റാറ്റിക് കോഡ് അല്ലെങ്കിൽ നമ്മുടെ HTML ഫയലില്ലേ, ഈ HTML ഫയലിനെ ആരാണ് ഈ ഒരു രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഈ ഒരു പിക്ചർ രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മളുടെ ബ്രൗസേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ക്രോം ആണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ക്രോം എന്ന് പറഞ്ഞ ബ്രൗസറാണ് നമ്മളുടെ ഒരു HTML കോഡിനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഈ ഒരു രൂപത്തിലോട്ട് പിക്ചർ രൂപത്തിലോട്ട് എന്ത് ചെയ്യണത്, കൺവേർട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എന്ത് ബ്രൗസേഴ്സ് എന്ത് ചെയ്യും, ഈ രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് എങ്ങനെ ഡയറക്റ്റ്ലി പിക്ചർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും? പിക്ചർ ആക്കിയിട്ടല്ല ശരിക്കും ബ്രൗസേഴ്സ് കൺവേർട്ട് ചെയ്യുന്നത്. ബ്രൗസേഴ്സ് ഇതിനൊരു ട്രീ ലൈക്ക് സ്ട്രക്ചർ, അതായത് നമ്മുടെ HTML ഫയലിനെ, നമ്മുടെ HTML ഡോക്യുമെന്റിനെ എടുത്തിട്ട് ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് വെക്കും. മനസ്സിലാവും? ട്രീ ലൈക്ക് സ്ട്രക്ചർ എന്താണ്? ട്രീ ലൈക്ക് സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടോ? ട്രീ ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരന്റ്, അതിന് മൾട്ടിപ്പിൾ ചൈൽഡ്സുകൾ ഉണ്ടാവും. ആ ചൈൽഡ്സിന് വീണ്ടും മേ ബി എന്തുണ്ടാവും, മൾട്ടിപ്പിൾ ചൈൽഡുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിലോട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ് ടു ഡൗൺ എന്നുള്ള രീതിയിൽ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ നമുക്ക് എലമെന്റ്സുകൾ അറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് HTML ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് നമുക്ക് ഡോം ആ ഒരു ബ്രൗസർ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അതൊരു ട്രീ ലൈക്ക് സ്ട്രക്ചർ പോലെ ബ്രാഞ്ചസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ചൈൽഡുകൾ ഡിസ്പ്ലേ ആവുന്നുണ്ടാവും. മീൻസ് ഇതാണ് നമ്മൾ വിഷ്വലൈസേഷൻ ഓഫ് ഡോം ട്രീ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഡോം ട്രീ വിഷ്വലൈസ് ചെയ്യുന്നത്? കണ്ടോ, ഒരു ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഡോക്യുമെന്റ് ഒബ്ജക്റ്റിനുള്ളിൽ ഒരു HTML ടാഗ് എന്തുകൊണ്ട് മുകളിൽ വന്നു? അവിടെ എന്തുകൊണ്ട് HTML ടാഗ് വന്നു? HTML ടാഗിന് താഴെ ഹെഡ് വന്നു. അതിന്റെ താഴെ HTMLന്റെ താഴെ ഹെഡും ബോഡിയും വന്നിട്ടുണ്ട് അല്ലെ? ആ ഹെഡിന് താഴെയാണ് ടൈറ്റിൽ വന്നത്, ബോഡിക്ക് താഴെയാണ് H1 PF വന്നത്. ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ബ്രൗസേഴ്സ് അലൈൻ ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ കാരണമുണ്ട്, ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്യാൻ കാരണമുണ്ട്. അതെന്താണ്? നമ്മൾ HTML ഡോക്യുമെന്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഏറ്റവും റൂട്ട് എലമെന്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആരെയാണ്, ഏത് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ HTML എലമെന്റിനെ തന്നെയാണ് അല്ലെ? HTML എലമെന്റ് ആണ് നമുക്ക് ഏറ്റവും റൂട്ട് എലമെന്റ് ആയിട്ട് വരുന്നത്. അതിന്റെ ഉള്ളിൽ വരുന്ന ചൈൽഡ് എലമെന്റ്സുകളാണ് നമുക്ക് ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. ആകെപ്പാടെ 2 സെക്ഷൻസ് നമുക്ക് HTMLന്റെ ഉള്ളിലുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏറ്റവും മുകളിൽ വരുന്ന സെക്ഷനാണ് ഹെഡ്, അതിന്റെ താഴെ വരുന്നതാണ് ബോഡി അല്ലെ? ഈ 2 സെക്ഷൻസ് ആണ് HTML-നുള്ളിലുള്ളത്. അപ്പൊ HTML എന്ന് പറയുന്നത് ഒരു പാരന്റ് എലമെന്റ് ആയിട്ട് അല്ലെങ്കിൽ പാരന്റ് ടാഗ് ആയിട്ട് അല്ലെങ്കിൽ പാരന്റ് എലമെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചൈൽഡ് എലമെന്റ്സുകളാണ് ഹെഡ് ബോഡി എന്നുള്ളത് നമുക്ക് പറഞ്ഞൂടെ അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനൊരു പിക്ചർ രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ HTML എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ പാരന്റ് നോഡിന് 2 ബ്രാഞ്ചസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഹെഡും ബോഡി എന്ന് പറഞ്ഞിട്ട് 2 നോഡ്സുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തൂടെ ഈ ഒരു രൂപത്തിൽ?
കൊടുത്തൂടെ? ഓക്കെ. അപ്പൊ ഈ ഒരു രൂപത്തിൽ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ആര് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ബ്രൗസർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്രിയേറ്റ് ചെയ്യുന്ന ട്രീ ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോം അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ HTML താഴെ ഹെഡും ബോഡിയും ഉണ്ട്. പക്ഷെ അതിന് താഴോട്ട് വീണ്ടും എലമെന്റ്സ് എല്ലാം ഉണ്ടാവുമല്ലോ നമുക്ക്, അല്ലെ? ഈ രണ്ട് എലമെന്റ്സ് അല്ല, രണ്ടോ മൂന്നോ എലമെന്റ്സ് മാത്രമാണോ നമ്മുടെ HTML ഡോക്യുമെന്റിൽ ഉണ്ടാവുക? അല്ലല്ല, ഇഷ്ടം പോലെ എലമെന്റ്സുകൾ ഉണ്ടാവും, അല്ലെ? അതിൽ ഒന്ന് അതിൽ രണ്ട് മൂന്നെണ്ണമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. HTML ആണ് പാരന്റ് എലമെന്റ്, അതിന്റെ രണ്ട് ചൈൽഡ് എലമെന്റ്സുകളായിട്ടുള്ള ഹെഡും ബോഡിയും ഉണ്ട്. ഇനി അതിന് താഴോട്ട് ഹെഡ് സെക്ഷനിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടാവാം? ഹെഡ് സെക്ഷനിൽ ഇഷ്ടംപോലെ ടാഗ്സുകൾ നമ്മൾ വേറെയും യൂസ് ചെയ്യാം, അല്ലെ? ലിങ്ക് അല്ലെങ്കിൽ ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലിങ്ക് തന്നെ എന്തുണ്ട്? ലിങ്ക് CSS ഉണ്ട്, ലിങ്ക് ഫാബ്രിക് ഉണ്ട്. അത്തരത്തിലുള്ള ആട്രിബ്യൂട്ട്സുകൾ വേറെ ഉണ്ടാവും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടാഗ്സുകൾ നമുക്ക് എന്തുണ്ട്? ഹെഡ് സെക്ഷനിൽ ഉള്ളിൽ നമ്മൾ വേറെ എലമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ടൈറ്റിൽ ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെഡ് സെക്ഷനുള്ളിൽ നമ്മൾ ചൈൽഡ് എലമെന്റ്സുകൾ നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം എലമെന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യും? അത്തരം എലമെന്റ്സുകളെ ബ്രൗസേഴ്സ് എന്ത് ചെയ്യും? ഹെഡ് സെക്ഷന്റെ താഴെ ചൈൽഡ് നോഡ്സ് ആയിട്ട് എന്ത് ചെയ്യും? ഹെഡ് നോഡിലെ ഹെഡ് നോഡിന് താഴെ ചൈൽഡ് നോഡ്സ് ആയിട്ട് ടൈറ്റിലിന്റെ നോഡും ലിങ്കിന്റെ നോഡ്സ് ഒക്കെ എന്ത് ചെയ്യും? കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യും. ഇതുപോലെ ഹെഡിന് താഴെ കണ്ടില്ല, ടൈറ്റിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എന്ത് ചെയ്യും? ഒറ്റ ടാഗ് മാത്രമായിരിക്കില്ല ചൈൽഡ് ആയിട്ട് വരുന്നുണ്ടാവുക. ഹെഡിന് ലിങ്ക് CSS, ലിങ്ക് ഫാബ്രിക്കിനൊക്കെ വരും. അപ്പൊ അതെന്ത് ചെയ്യും? മൾട്ടിപ്പിൾ നോഡ്സ് ആയിട്ട്, മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ആയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എന്ത് ചെയ്യും? വേറെ എലമെന്റ്സുകൾ ആഡ് ചെയ്തിട്ടാണ് വരിക. മനസ്സിലായോ? അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് ബോഡി സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് ബോഡിന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ഡാറ്റകൾ വേറെ ഉണ്ടാവാം, ഇഷ്ടംപോലെ ടാഗ്സുകൾ, ഇഷ്ടംപോലെ എലമെന്റ്സുകൾ നമ്മൾ വേറെ ആഡ് ചെയ്തിട്ടുണ്ടാവാം. H1 ഉണ്ടാവും, H2 ഉണ്ടാവും, H3 ഉണ്ടാവും, H4 ഉണ്ടാവും, H5 ഉണ്ടാവും, H6 ഉണ്ടാവും, P ടാഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ ടാബിൾ ടാഗ് ഉണ്ടാവാം. ടാബിൾ ടാഗിനുള്ളിൽ തന്നെ എന്തുണ്ടാവാം? TR ഉണ്ടാവാം, TD ഉണ്ടാവാം, അല്ലെ? TH ഉണ്ടാവാം. ഇനിയിപ്പോ അതുമല്ല, UL ഉണ്ടാവാം, UL-നുള്ളിൽ LI ഉണ്ടാവും, അല്ലെ? LI ടാഗ്സ്. ഇത്തരം ഒത്തിരി ടാഗ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരം എലമെന്റ്സുകളൊക്കെ നമുക്ക് ബോഡിനുള്ളിൽ ആഡ് ചെയ്യാനുള്ളതാണ്, അല്ലെ? ബോഡിനുള്ളിൽ ഹെഡ് സെക്ഷനുള്ളിലൊക്കെ ആയിട്ട് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഈ ബോഡിക്ക് ഉള്ളിൽ നമ്മൾ ഇത്രയും എലമെന്റ്സുകൾ നമ്മൾ HTML ഡോക്യുമെന്റിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബ്രൗസർ എന്ത് ചെയ്യും? നമ്മളുടെ ബ്രൗസർ എന്ത് ചെയ്യും? ഡോമിലോട്ട് ഈ എലമെന്റ്സുകളൊക്കെ ആഡ് ചെയ്യും. മനസ്സിലായോ? എങ്ങനെ ആഡ് ചെയ്യുന്നത്? ഓരോ നോഡ്സുകളായിട്ട്. എങ്ങനെ നോഡ്സുകളായിട്ട്? ബോഡിന്റെ അണ്ടറിൽ വരുന്ന ടാഗ്സുകളെല്ലാം എന്ത് ചെയ്യും? ബോഡിന്റെ ചൈൽഡ് നോഡ്സുകളായിട്ട് ആഡ് ചെയ്യും. അപ്പൊ അതിനുള്ളിലും മേ ബി എന്തുണ്ടാവാം? ബോഡിക്ക് എന്തുണ്ടാവും? ഒരു ഗ്രാൻഡ് ചൈൽഡ് ഉണ്ടാവും. ഗ്രാൻഡ് ചൈൽഡ് മീൻസ് ബോഡിന്റെ അണ്ടറിലാണ് ഇപ്പൊ ടാബിൾ ടാഗ് വരുന്നത്. ടാബിൾ ടാഗിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് വരാം? TR, അല്ലെ? ടാബിൾ റോസ് വരാം, അല്ലെ? ടാബിൾ റോസിനുള്ളിൽ വീണ്ടും എന്തെങ്കിലും ചൈൽഡ് നോട്ട്സുകൾ വരാം, TD, TH എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്തരത്തിലുള്ള എലമെന്റ്സിലൊക്കെ എന്ത് ചെയ്യും? വീണ്ടും താഴോട്ട് ഗ്രാൻഡ് ചൈൽഡ് ആയിട്ട് എന്ത് ചെയ്യും? താഴോട്ട് വരും. അപ്പൊ ബോഡി സെക്ഷന് താഴെ എന്തുണ്ടാവാം? ടാബിൾ ടാഗ് ഉണ്ടാവും. ടാബിൾ ടാഗിന് താഴെ അതിന്റെ ടാബിളിന്റെ ചൈൽഡ് ആയിട്ട് എന്തുണ്ടാവാം? TR ഉണ്ടാവാം. അപ്പൊ ഈ TR എന്ന് പറയുന്നത് ബോഡി ടാഗിന്റെ ഗ്രാൻഡ് ചൈൽഡ് ആണെന്ന് പറയാം. അതേപോലെ ബോഡി എന്ന് പറയുന്നത് TR-ന്റെ ഗ്രാൻഡ് പാരന്റ് ആണെന്ന് പറയാം. അപ്പൊ അത്തരത്തിൽ ഇഷ്ടംപോലെ എലമെന്റ്സുകൾ ഉണ്ടാവും. ഈ എലമെന്റ്സുകളൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ HTML പേജ് ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് ബ്രൗസർ എന്ത് ചെയ്യും? ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ ആയിട്ട് ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഈ ട്രീ ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡോം എന്ന് പറയാം. ഇതിലെ എല്ലാ നോഡ്സുകളും, എല്ലാ എലമെന്റ്സുകളും, എല്ലാ ആട്രിബ്യൂട്ട്സുകളും, എല്ലാ ടെക്സ്റ്റ് കോണ്ടന്റ്സുകളും ഒക്കെ എന്ത് ചെയ്യും? ഓരോ നോഡ്സ് ആയിട്ട് പ്ലേസ് ചെയ്ത് വെക്കും. അത്തരത്തിലുള്ള നോഡ്സുകളെ നമ്മൾ എന്ത് പറയാം? അത്തരത്തിലുള്ള നോട്ട്സുകളുടെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് എന്ത് പറയാം? ഡോം എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോട്ട്സുകൾ പല വിധത്തിലുണ്ട്. എലമെന്റ് നോട്ട്സ് ഉണ്ട്, ടെക്സ്റ്റ് നോട്ട്സ് ഉണ്ട്, ആട്രിബ്യൂട്ട് നോട്ട്സ് ഉണ്ട്. എലമെന്റ് നോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ HTML ഒരു എലമെന്റ് ആണ്, അല്ലെങ്കിൽ ഹെഡ് H1 ഒരു എലമെന്റ് ആണ്, P ഒരു എലമെന്റ് ആണ്. അത്തരത്തിലുള്ള ഇഷ്ടംപോലെ എലമെന്റ്സുകൾ ഉണ്ടല്ലോ. ഈ എലമെന്റ്സുകൾ ഇപ്പൊ div ഒരു എലമെന്റ് ആണ്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള എലമെന്റ്സുകളെല്ലാം നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇത്തരം എലമെന്റ്സുകളെല്ലാം നമ്മുടെ വെബ്സൈറ്റിലോട്ട് എന്തായിട്ട് വരും? നമ്മളുടെ ഡോമിലോട്ട് എന്തായിട്ട് വരും? ഓരോ നോട്ട്സ് ആയിട്ട് ആഡ് ചെയ്ത് വരും. അത് മാത്രമല്ല, ഇപ്പൊ H1 ഉണ്ട്, H1 എന്തുണ്ട്? ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കുക. H1 എന്ന് പറഞ്ഞ ഹെഡിങ് എന്തെങ്കിലും കൊടുക്കാനല്ലേ? അപ്പൊ ഹെഡിങ് പ്രിന്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ അവിടെ ഒരു ടെക്സ്റ്റ് വേണ്ടേ? ഈ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഹലോ വേൾഡ് എന്നാണ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ H1 ചൈൽഡ് ആയിട്ട് അതിന്റെ താഴോട്ട് എന്ത് വരും? ഈ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ചെയ്ത് കാണിക്കും. മീൻസ് ടെക്സ്റ്റിനോട് കണ്ടോ? ദിസ് ഈസ് ദ ആക്ച്വൽ ടെക്സ്റ്റ് കോണ്ടന്റ് ഇൻസൈഡ് ആൻ എലമെന്റ്. ഒരു എലമെന്റിനുള്ളിലുള്ള ടെക്സ്റ്റ് കോണ്ടന്റിനെയാണ് നമ്മൾ ടെക്സ്റ്റ് നോട്ട്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇൻ P ടാഗ് കണ്ടോ?
പി ടാഗിൽ പാരഗ്രാഫ് ആയിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ പി ടാഗ് എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് എലമെന്റ് നോട്ട്സ് ആയിട്ട് വരിക. ഈ ഹലോ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ടെക്സ്റ്റ് നോട്ട്സ് ആയിട്ട് വരും. മനസ്സിലായോ? ഹലോ ഈസ് ദ ടെക്സ്റ്റ് നോഡ്. ആൻഡ് ആട്രിബ്യൂട്ട് നോട്ട്സ് ഉണ്ട്. ആട്രിബ്യൂട്ട് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കറിയാം, ഇഷ്ടംപോലെ ആട്രിബ്യൂട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ്റഫ്, SRC എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആട്രിബ്യൂട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതിലൊക്കെ അത് മാത്രമൊന്നുമല്ല, നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന സ്റ്റൈൽ ടാഗ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരം സ്റ്റൈൽ ആയിക്കോട്ടെ, ഐഡി ആയിക്കോട്ടെ, നെയിം ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, ഇത്തരമുള്ള ആട്രിബ്യൂട്ട്സുകളൊക്കെ നമുക്ക് എന്തിലോട്ട് വരും? നമ്മൾ ഈ പറഞ്ഞ ഡോമിലോട്ട് ബ്രൗസേഴ്സ് ആഡ് ചെയ്ത് വെക്കും. അങ്ങനെ ആഡ് ചെയ്ത് വെക്കുമ്പോൾ ഈ ആട്രിബ്യൂട്ട്സിനെ ആഡ് ചെയ്ത് വെക്കുന്നത് ആട്രിബ്യൂട്ട് നോട്ട്സ് ആയിട്ടാണ് ആഡ് ചെയ്ത് വെക്കുക. അതാണ് ആട്രിബ്യൂട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് റെപ്രസെന്റ്സ് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ആൻ എലമെന്റ് സച്ച് ആസ് href ഇൻ ആൻ a tag or SRC in an img tag. കണ്ടോ? ആട്രിബ്യൂട്ട് നോട്ട്സ് റെഫറൻസ് ചെയ്യുന്ന അല്ലെ റെപ്രസെന്റ് ചെയ്യുന്നത് ആട്രിബ്യൂട്ട്സ്, ഒരു HTML എലമെന്റിന്റെ ആട്രിബ്യൂട്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ a ടാഗിൽ href അല്ലെങ്കിൽ img ടാഗിൽ SRC എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്യും? ഓരോ ആട്രിബ്യൂട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ നോട്ട്സ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മളുടെ ഡോമിലോട്ട് ആഡ് ചെയ്ത് വരും. മനസ്സിലായോ? ഓക്കെ, അപ്പോ ഇങ്ങനെ ബ്രൗസർ എന്ത് ചെയ്യും? ഒരു ഡോം ക്രിയേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ട്രീ ലൈക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് മനസ്സിലായി. അത് എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ബ്രൗസർ ഈ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് മനസ്സിലായി. ഇനി ഇത് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ടുള്ള ശരിക്കുള്ള നമ്മൾ ഡോമിന്റെ ശരിക്കുള്ള പവർ എന്താണെന്നുള്ളത് നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, ശരിക്കും എന്തിനാണ് നമ്മൾ ഡോം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഡോംസിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഡോംസ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ബ്രൗസർ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഡോംസിനെ നമുക്ക് എന്ത് ചെയ്യാം? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പേജ് ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റിന്റെ കളർ എന്താണ്? നേവി ബ്ലൂ ആണെന്ന് കരുതുക. കണ്ടോ? ടെക്സ്റ്റിന്റെ കളർ നേവി ബ്ലൂ ആണെന്ന് കരുതുക. ഈ നേവി ബ്ലൂ ആണ് ടെക്സ്റ്റ് ലോഡ് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ കോഡിൽ പോയിട്ട് ചേഞ്ച് ചെയ്തെന്ന് കരുതുക. ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു? നേവി ബ്ലൂ എന്നുള്ള കളർ എന്ത് ചെയ്തു? റെഡ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പേജ് വീണ്ടും എന്ത് ചെയ്യും? പേജ് തലക്കന്ന് ലോഡ് ചെയ്ത് വരും ചെയ്യും. കാരണം എന്താ? പേജ് റീഫ്രഷ് ആവും, എൻറ്റയർ പേജ് റീഫ്രഷ് ആവും. പക്ഷെ നമുക്ക് ഒരു ഡോം യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡോമിലെ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു നോഡ് മാത്രം വന്നിട്ട് എന്ത് ചെയ്യാം? അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട്. അങ്ങനെ നമുക്ക് ബ്രൗസർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോമില്ല, നമ്മൾ കോഡിൽ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള കോഡ് മാത്രം മതി. അതിലെന്ത് ചെയ്യാം? ഒരു എലമെന്റ് ഒരു എലമെന്റ്, ഒരു HTML എലമെന്റ് ഉണ്ട്, ഒരു H1 ഉണ്ട്. ഈ H1 എന്ത് ചെയ്യും? ഒരു ബ്രൗസർ പേജ് ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നോഡിനെ നമുക്ക് എന്ത് ചെയ്യാം? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം? മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതണം. സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുമ്പോൾ അതിനാണ് നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടെക്സ്റ്റിന്റെ കളർ ചേഞ്ച് ചെയ്യിപ്പിച്ചിരുന്നില്ലേ അല്ലേ? ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അലർട്ട് ബോക്സ് വ്യൂ ചെയ്യിപ്പിക്കുന്നില്ലേ? ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ബൾബ് ഓഫ് ആക്കുന്നത് ഓൺ ആക്കുന്നതൊക്കെ ജസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലേ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഡോം അപ്ഡേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡോം മാനിപ്പുലേറ്റ് ഓൾറെഡി ക്രിയേറ്റ്, അതായത് ഒരു വെബ് പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബിഹൈൻഡ് ദ സീനിൽ വർക്ക് ചെയ്യുന്ന സംഭവമാണ് ഈ ഡോം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണോ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ എന്താണോ സ്റ്റൈലും കോണ്ടൻസ് ഒക്കെ നമ്മൾ HTML ഡോക്യുമെന്റിൽ കൊടുത്തിട്ടുള്ളത്, അത്തരം എലമെന്റ്സുകളൊക്കെ എന്ത് ചെയ്യും? നോട്ട്സ് ആയിട്ട് നമ്മുടെ ഡോമിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിലൊരു H1 ഉണ്ടെന്ന് കരുതുക. H1 ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള H1ന്റെ കളർ നമുക്ക് എന്തെങ്കിലും ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ഡോം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓൾറെഡി ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോം അപ്ഡേറ്റ് ചെയ്യാം. ഡോം അപ്ഡേറ്റ് ചെയ്യല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോം അപ്ഡേറ്റ് ചെയ്യല്ലാണ്ട് നമ്മൾ കോഡിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്തും പ്രാക്ടിക്കൽ ആണോ? നമ്മുടെ യൂസേഴ്സിനൊന്നും പ്രാക്ടിക്കൽ അല്ല. കോഡിനെ കുറിച്ചിട്ടുള്ള നോളജ് വേണം. അത് മാത്രമല്ല, കോഡിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മളുടെ പേജ് റീഫ്രഷ് ചെയ്യണം. നമ്മുടെ വെബ് പേജ് റീഫ്രഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ആ ചേഞ്ചസ് എവിടെ വരുള്ളൂ? നമ്മളുടെ വെബ് പേജിലോട്ട് എടുക്കുള്ളൂ. പക്ഷെ അങ്ങനെ അങ്ങനെ റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ എല്ലാ HTML എലമെന്റ്സുകളും റീഫ്രഷ് ആയി പോകും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ പ്രിസൈസ് ചെയ്ത് വെക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട എലമെന്റ്സുകളൊക്കെ ഉണ്ടാവാം. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? റീഫ്രഷ് ആയി പോയിട്ടുണ്ടാവും.
പഴയ സ്റ്റേജിലോട്ട് തന്നെ വരും. അപ്പൊ അത്തരം കേസസിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു നോഡ് മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരു ഡോം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലൊരു H1ന്റെ ഒരു നോഡ് പ്രിസൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള നോഡ് മാത്രം എടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം, അതിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ സ്റ്റൈൽ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ അതിന്റെ ആട്രിബ്യൂട്ട് നോഡ് മാത്രം എനിക്ക് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അതിന്റെ ആട്രിബ്യൂട്ട് നോഡുകൾ മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാം. സ്ക്രിപ്റ്റ് എഴുതിയിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നു. ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡോമിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം വിത്തൗട്ട് എനി റിഫ്രഷിങ്. ഒരു പേജ് എന്ത് ചെയ്യണ്ട, എൻ്റയർലി റീഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു നോഡ് മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള നോഡ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ടെക്സ്റ്റ് കോണ്ടന്റ് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഇത്തരം എലമെന്റ്സിലൊക്കെ, ഇത്തരം ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ നോഡ്സിനെ പ്രിസൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ഒരു നോഡ് മാത്രം റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ടെക്സ്റ്റ് കോണ്ടന്റ് മാത്രമേ ചേഞ്ച് ചെയ്യാവുള്ളൂ, അല്ലാണ്ട് മറ്റുള്ള എലമെന്റ്സുകളൊന്നും ഈ ഒരു സംഭവത്തിൽ ബാധിക്കൂല. അപ്പൊ അതാണ് എന്ത് നമ്മളെ ഡോമിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോമിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഡോം അപ്ഡേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡോമിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡോമിനെ മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഡോമിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു എലമെന്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള നോഡിനെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ അതല്ല, ഒരു എലമെന്റ്, ഒരു ചൈൽഡ് നോഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാരന്റിലോട്ട് ഒരു ചൈൽഡ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുമല്ല നമുക്ക് എന്ത് ചെയ്യണം, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന നോഡിനെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇനി എങ്ങനെയാണ് ചെയ്യുക, നമ്മൾ ചില സംഭവങ്ങളൊക്കെ മുമ്പ് നോക്കിയിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെ നമ്മൾക്ക് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു എലമെന്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എലമെന്റ് എങ്ങനെ താഴെ സ്ക്രിപ്റ്റിൽ ആക്സസ് ചെയ്യാം, അതിന്റെ ടെക്സ്റ്റ് കോണ്ടന്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതിൽ നമുക്കൊരു എലമെന്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. നമുക്കൊരു എലമെന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ്, കണ്ടോ, ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ്. നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറയുന്ന ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എലമെന്റ് ഡോട്ട് ഇന്നർ HTML എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ അതിലോട്ട് ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ നമുക്കൊരു എലമെന്റ് ഒരു ഡോമിലോട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മാത്രമല്ല, നമുക്ക് അതിനുള്ളിലുള്ള ടെക്സ്റ്റുകൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എലമെന്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴെ സ്ക്രിപ്റ്റിലോട്ട് ആക്സസ് ചെയ്യുക, എന്നിട്ട് ടെക്സ്റ്റ് കോണ്ടന്റ് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാത്രമല്ല വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് ചൈൽഡ് എലമെന്റ്സുകൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. ചൈൽഡ് എലമെന്റ്സുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൻ ചൈൽഡ്, കണ്ടോ, പാരന്റ് ഡോട്ട് അപ്പൻ ചൈൽഡ്, പാരന്റിന് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഗെറ്റ് എലമെന്റ് ബൈ ID വെച്ചിട്ട് ആക്സസ് ചെയ്യുക, എന്നിട്ട് അതിലോട്ട് എന്ത് ചെയ്യുക, അപ്പൻ ചൈൽഡ് കൊടുക്കാം. അതുപോലെ റിമൂവ് ഉണ്ട്. റിമൂവ് മീൻസ് എലമെന്റ് ഡോട്ട് റിമൂവ്. നമ്മൾ എന്ത് ചെയ്യുക, ഏത് എലമെന്റിനാണോ റിമൂവ് ചെയ്യേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്യുക, ID വെച്ചിട്ട് ആക്സസ് ചെയ്യുക. ആക്സസ് ചെയ്തിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാന്നറിയോ, നമുക്ക് ഇനി എങ്ങനെ നമുക്ക് ഈ ഡോം എങ്ങനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ചിലതൊക്കെ, പക്ഷെ അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ഡോമിന്റെ ആസ്പെക്റ്റിലെ കാര്യങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെ നമുക്ക് ഡോം മാനിപ്പുലേറ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് വേണം, ജാവ സ്ക്രിപ്റ്റ് എഴുതണം എന്നുള്ളൊരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒരു HTML പേജ്, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബേസിക് HTML പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, ഒരു HTML ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു. DOM1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു HTML ഡോക്യുമെന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിലൊരു H1 മാത്രം, ഹെഡ് മാത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് റൺ ചെയ്യണം. ഓക്കെ, റൺ ചെയ്തു, ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഓരോ എലമെന്റ്സ് ഒരു ബട്ടൺ ഒരു ബട്ടൺ കൊടുക്കണം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എലമെന്റ് അവിടെ ക്രിയേറ്റ് ആവണം. അതിന് താഴെ എന്ത് ചെയ്യണം, ഒരു ടെക്സ്റ്റ് എന്ത് ക്രിയേറ്റ് ആവണം എന്ന് കരുതുക. നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ഒരു ക്രിയേറ്റ് എലമെന്റ്. നമ്മൾ പറഞ്ഞല്ലോ, ഡോം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് ഒരു പുതിയ എലമെന്റ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതായത് പുതിയ എലമെന്റ് ആഡ് ചെയ്യാൻ മീൻസ് പുതിയ എലമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല പുതിയ ഓരോ ഒരു പാരന്റിന് ഒരു ചൈൽഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ എലമെന്റ്സിനെ അപ്പൻഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല
ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് നമുക്ക് നമ്മുടെ ഡോമിൽ നിന്നും റിമൂവ് ആക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എലമെന്റിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഡോം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു എലമെന്റിനെ എങ്ങനെ ഡോമിലോട്ട് അപ്പൻഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരു എലമെന്റ് എങ്ങനെ ഡോമിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, സ്ക്രിപ്റ്റ് വേണം. ഓക്കെ, സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് സെക്ഷനിലാണല്ലോ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുക. ഞാൻ എന്ത് ചെയ്തു, സ്ക്രിപ്റ്റ് കൊണ്ടുവന്നു. ഓക്കെ, സ്ക്രിപ്റ്റ് എഴുതുക. ഇനി ഇതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു എലമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ബട്ടൺ വേണം. ബട്ടൺ വേണം നിർബന്ധമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്തു, ബട്ടൺ ഇല്ലാണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ ഇല്ല, ബട്ടൺ ഇല്ലാണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡോക്യുമെന്റ് ക്രിയേറ്റ് എലമെന്റ് എന്താണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു എലമെന്റ് നോട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റിൽ എന്ത് എലമെന്റ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, പി ടാഗ് വേണോ, ഹെഡ് H1 വേണോ, H2 വേണോ, H3 വേണോ, H6 വേണോ, അതോ IMG ടാഗ് വേണോ, ഏത് എലമെന്റ് ആണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ എലമെന്റിന്റെ പേര് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ കൊടുക്കുക. ഇപ്പൊ എനിക്ക് എന്താണ്, ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണം എന്ന് കരുതാം. ഒരു പി ടാഗ് അല്ലെങ്കിൽ പി ടെക്സ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പി ടാഗ് അതിനുള്ളിൽ കൊടുക്കാം. ഓക്കെ, അപ്പം ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ് പി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു വേരിയബിളിലോട്ട് എലമെന്റ് ക്രിയേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ. ഈ ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഒരു എലമെന്റിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ എലമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അതിലോട്ട് എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്യാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ കോൺസ്റ്റ് ന്യൂ എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിലോട്ട് എന്ത് ചെയ്തു, ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ് വെച്ചിട്ട് ഒരു പി ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇനി ഒരു പുതിയൊരു എലമെന്റ് അതിലോട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ എലമെന്റ് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും എലമെന്റ്സ് അവിടെ വരും, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ അല്ലേ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഹലോ വേൾഡ് മാത്രമേ ഉള്ളൂ, വേറെ എലമെന്റ്സ് ഒന്നും അതിൽ താഴെ കാണില്ലല്ലോ. കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോണ്ടന്റ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ, വേണ്ടേ, കോണ്ടന്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം എന്താണ് ന്യൂ എലമെന്റ്, അപ്പോൾ ഇതിന്റെ എഫക്റ്റ് എന്താണെന്ന് അറിയോ, ഈ ന്യൂ എലമെന്റിന്റെ എഫക്റ്റ് എന്താ അറിയോ, ജസ്റ്റ് ഒരു H1 അല്ലെങ്കിൽ ഒരു പി ടാഗ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇങ്ങനെ പി ടാഗ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഇവിടെ കാണൂലല്ലോ. അതിലെന്തെങ്കിലും കോണ്ടന്റ്സ് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കോണ്ടന്റ്സ് എൻ്റർ ചെയ്ത് കൊടുത്തെങ്കിലല്ലേ നമുക്ക് ഇവിടെ വരുള്ളൂ. കണ്ടോ, അപ്പോൾ ഇതിൽ എന്തില്ല, കോണ്ടന്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, പോയി. കണ്ടോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിപ്പോൾ ഇതുപോലൊരു എഫക്റ്റ് ആണ് ചെയ്യുന്നുള്ളൂ, കാരണം അതിൽ ടെക്സ്റ്റ് കോണ്ടന്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ന്യൂ എലമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അതിലോട്ട് അപ്പം നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യുള്ളൂ, ഇവിടെ വ്യൂ ആവുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് കോണ്ടന്റ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ന്യൂ എലമെന്റ് ഡോട്ട് ഇന്നർ ടെക്സ്റ്റ്. കണ്ടോ, ഇന്നർ ടെക്സ്റ്റ് വെച്ചിട്ട് അതിലോട്ട് എന്ത് ചെയ്യാം, ഇന്നർ ടെക്സ്റ്റ് അതിലോട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ വേൾഡ് വന്നിട്ടുണ്ട്, പക്ഷേ ഇന്നർ HTML നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു, എന്നിട്ടും ഇവിടെ പേജിലൊന്നും വരുന്നില്ല. ടെക്സ്റ്റ് കാണണ്ടേ അല്ലെ, എലമെന്റ് ക്രിയേറ്റ് ചെയ്തു, പക്ഷെ ഇന്നർ ടെക്സ്റ്റും കൊടുത്തു. ടെക്സ്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞു. ടെക്സ്റ്റ് കൊടുത്തു നോക്കി, ടെക്സ്റ്റ് കൊടുത്തിട്ടും വരുന്നില്ല അല്ലേ. വേറെ എന്തെങ്കിലും എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, ഇനി ചെക്ക് ചെയ്ത് നോക്കാം. ഇൻസ്പെക്ടറിൽ വരുന്നു, കൺസോളിൽ പോകണു, കൺസോളിൽ എന്തില്ല, എറേഴ്സ് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഗുഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ എറേഴ്സ് ഒന്നും ഇല്ലാന്ന് മനസ്സിലായി. പിന്നെ എന്തുകൊണ്ടായിരിക്കും വരാത്തതിന് കാരണം വേറെ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒരു എലമെന്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഈ എലമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പാരന്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്പൻഡ് ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. അങ്ങനെ ഒരു എലമെന്റ് നമ്മൾ ക്രിയേറ്റ് എലമെന്റ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു എലമെന്റ് ക്രിയേറ്റ് ചെയ്ത എലമെന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടാഗിലോട്ട് അല്ലെങ്കിൽ ഒരു പാരന്റ് എലമെന്റിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പൻഡ് മാത്രമല്ല, അപ്പൻഡ് അല്ല, പ്രിപ്പൻഡ് ഉണ്ട്, മറ്റ്
അപ്പൻഡും പ്രിപ്പൻഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അപ്പൻഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബോഡി ടാഗ് ആണെങ്കിൽ ബോഡി ടാഗിലോട്ട് ഒരു അപ്പൻഡ്, ബോഡി ടാഗ് ഒരു പാരന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ബോഡി ടാഗിലോട്ട് നമുക്ക് അപ്പൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല ഉള്ളിൽ ഒരു ഡിവ്, ഇവിടെ ഒരു ഡിവ് എലമെന്റ് ഉണ്ടെന്ന് കരുതാം. ഈ ഡിവ് ആണെന്നുണ്ടെങ്കിൽ ഡിവിനുള്ളിലോട്ടാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഡിവിനെ പാരന്റ് ആക്കി കൺസിഡർ ചെയ്തിട്ട് ആ ഡിവ് എലമെന്റിലോട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, അപ്പൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് അപ്പൻഡ് ചെയ്യണമെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോഡി ടാഗ് ഇല്ലേ, ആ ബോഡി ടാഗ് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യണം, വേണ്ടേ, ആക്സസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ബോഡി ഡോട്ട് അപ്പൻഡ്, കണ്ടോ, അപ്പൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പൻഡോ അല്ലെങ്കിൽ അപ്പൻ ചൈൽഡോ കൊടുക്കാം. ഓക്കെ, അപ്പൻഡ് കൊടുക്കാം. അപ്പൻഡ് കൊടുത്തിട്ട് അതിലോട്ട് ഏത് എലമെന്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്, ന്യൂ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ എലമെന്റ് അല്ലേ. അപ്പോൾ ആ എലമെന്റ് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. ന്യൂ എലമെന്റ് ആഡ് ചെയ്ത്, ന്യൂ എലമെന്റ് ആഡ് ചെയ്ത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഹേ ഐ ആം ന്യൂ ഹിയർ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്തു, ആ പി ടാഗ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. കണ്ടോ, ഡോക്യുമെന്റ് ഡോട്ട് ബോഡി ഡോട്ട് അപ്പൻഡ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോഴേക്കും എന്ത് ചെയ്തു, ഡോക്യുമെന്റ് ഇവിടെ എലമെന്റ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് എത്ര റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ എന്ത് ചെയ്യും, ഡാറ്റ വരും. ഓക്കെ, ഡാറ്റ ഓൾറെഡി ഉണ്ടാവും. കാരണം ഡാറ്റ പേജ് ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ക്രിപ്റ്റും റീഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ എന്ത് എലമെന്റ് ക്രിയേറ്റ് ആയിട്ട് ഇന്ന ടെക്സ്റ്റ് വെച്ച് കൊടുത്തു, അപ്പൻഡ് ബോഡിയിലോട്ട് എന്ത് ചെയ്ത് അപ്പൻഡ് ചെയ്തു. ഇത്രയും ഓപ്പറേഷൻസ് പേജ് ലോഡ് ചെയ്ത് വരുമ്പോൾ തന്നെ വർക്ക് ആവുന്നുണ്ട്. സെയിം കേസിൽ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം വർക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ബട്ടൺ ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബട്ടൺ ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കൊടുത്തു. ഇതിനെന്ത് ചെയ്യണം, നമ്മളൊരു ഫംഗ്ഷൻ, ഈ കോഡ് നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലാക്കണ്ടേ അല്ലേ. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാക്കിയെങ്കിൽ മാത്രമല്ലേ നമുക്കത് ആ രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ന്യൂ, ഓക്കെ, ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണ്. അത് ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോഡ് വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് നമ്മൾ മാറ്റി. ഈ കോഡിനെ, നമ്മൾ എൻ്റയർ കോഡിനെ ഫംഗ്ഷൻ്റെ ഈ ഒരു ബ്ലോക്കിനുള്ളിലോട്ട് മാറ്റി നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ എപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ, ഈ ബ്ലോക്ക് ഓഫ് കോഡ് എപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ, ഈ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അല്ലേ. അതാണല്ലോ ഫംഗ്ഷൻസിന്റെ പ്രത്യേകത. നമ്മൾ എപ്പോഴാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കോൾ ഫംഗ്ഷന്റെ പേര് വിളിക്കാണ്ട് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ വരുന്നില്ല അല്ലേ. അപ്പോൾ പോയിട്ടുണ്ട്, ഇവിടെ ഒരു ബട്ടൺ മാത്രമേ വരുന്നുള്ളൂ. ബട്ടൺ ഇവിടെ നമ്മൾ കൊടുത്ത ബട്ടണാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ എലമെന്റ് ഡിസ്പ്ലേ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബട്ടന്റെ കൂടെ ഓൺ ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷന്, ഈ ഫംഗ്ഷന്റെ നമ്മൾ എന്ത് ചെയ്യണം, കോൾ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ എന്താ ചെയ്തത്, നമ്മൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ, അതായത് നമുക്ക് ഓൾറെഡി ആദ്യം ഫംഗ്ഷൻ ഒന്നും കൊടുക്കാണ്ട് ചെയ്ത സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പേജ് ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ ഈ സ്ക്രിപ്റ്റ് എല്ലാം വർക്ക് ചെയ്തിട്ട് അവിടെ പുതിയൊരു എലമെന്റ് ബോഡിയിലോട്ട് അപ്പൻഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്താ വേണ്ടത്, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ആ എലമെന്റ് ഡിസ്പ്ലേ ആയാൽ മതി എന്നുണ്ടെങ്കിൽ എപ്പോൾ മാത്രമേ കോഡ് വർക്ക് ചെയ്താൽ മതി ആക്കി കൊടുക്കണം. ഈ ഫംഗ്ഷൻ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം വർക്ക് ചെയ്താൽ മതി എന്നുള്ള രീതിയിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫംഗ്ഷൻ ഉള്ളിലോട്ട് എന്ത് ചെയ്തു, ഈ ബ്ലോക്ക് ഓഫ് കോഡ് നമ്മൾ മാറ്റി കൊടുത്തു. എന്നിട്ട് ആ ഫംഗ്ഷൻ എന്ത് ചെയ്തു, ഈ ബട്ടണിൽ ഓൺ ക്ലിക്കിൽ നമ്മൾ കോൾ ചെയ്തു. ഓക്കെ, നമ്മൾ എന്ത് ചെക്ക് ചെയ്ത് നോക്കാം. ക്രിയേറ്റ് ന്യൂ, കണ്ടോ, ഹൈ ഐ ആം ന്യൂ ഹിയർ എന്ന് പറഞ്ഞിട്ട് ആ എലമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകും. ഓക്കെ, ഒന്നുകൂടി ക്രിയേറ്റ് ന്യൂ, റിഫ്രഷ് ചെയ്തു പോയി, ക്രിയേറ്റ് ന്യൂ, റിഫ്രഷ് ചെയ്തു പോയി. കണ്ടോ, അപ്പോൾ ഒരു എലമെന്റ് എങ്ങനെ നമ്മൾ ഡോം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഡോമിലോട്ട് ഒരു എലമെന്റ് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഈ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള എലമെന്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു എലമെന്റ് കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ്. അതിന് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, അപ്ഡേറ്റ് എലം എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനുള്ളിൽ കോൺസ്റ്റ് അപ്ഡേറ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു എലമെന്റ്
അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, കോഡ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു നോഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് ഓഫ് ലൈൻസ് എഴുതണം അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡ് എഴുതണം. ഓക്കെ, അപ്ഡേറ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ ഫംഗ്ഷനുള്ളിൽ എന്ത് എഴുതണം, ഏത് എലമെന്റ് ആണോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ഏത് എലമെന്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു എലമെന്റ് H1 ഇല്ലേ, ഈ H1 എലമെന്റ് ആണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷന്റെ ഉള്ളിലോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലോട്ട് നമ്മൾ ആക്സസ് ചെയ്യണം. സ്ക്രിപ്റ്റിനുള്ളിലോട്ട് ഈ H1 നമ്മൾ എന്ത് ചെയ്യണം, എടുത്തു കൊണ്ടുവരണം. എടുത്തു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ഉള്ളിലുള്ള ടെക്സ്റ്റ് ഇല്ലേ, ഈ ഹലോ വേൾഡ് എന്നുള്ളത് എന്ത് ചെയ്യണം, നമുക്ക് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ എലമെന്റിനെ താഴോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിന് ഈ H1 ഞാൻ എന്ത് ചെയ്തു, എന്തെങ്കിലും പേര് വിളിച്ചിട്ട് വേണം ഈ എലമെന്റിനെ താഴോട്ട് കൊണ്ടുവരാൻ. അല്ലെങ്കിൽ ആ എലമെന്റ് ഇവിടെ ഒരു H1 ഉണ്ട്, H1 യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഐഡന്റിഫയർ വേണം അല്ലെങ്കിൽ ഒരു ID വേണം. ഓക്കെ, ആ ID നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആട്രിബ്യൂട്ട് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? എന്നിട്ട് അതിന് ഞാൻ എന്ത് ചെയ്തു, head1 എന്ന് പറഞ്ഞിട്ടൊരു ID കൊടുത്തു. ഈ ID വെച്ചിട്ട് എന്താണ് എലമെന്റിനെ താഴെ ആക്സസ് ചെയ്യാം. ഓക്കെ, അതിന് കോൺസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിലോട്ട് ഞാൻ എന്ത് സ്റ്റോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റ് എലമെന്റ് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിലോട്ട് എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് ഡോട്ട്, അതായത് ഈ ID വെച്ചിട്ട് എലമെന്റിന് സ്ക്രിപ്റ്റിലോട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതിലോട്ട് എന്ത് ചെയ്യണം, head1 എന്ന് പറഞ്ഞിട്ട് ഏത് എലമെന്റ് ഏത് ID ആണോ നമുക്ക് ആക്സസ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ആ ID എന്ത് ചെയ്യാം, നമ്മളിവിടെ കൊടുത്തു. എനിക്ക് ഏത് എലമെന്റ് കൊണ്ടുവരേണ്ടത് H1 തന്നെയാണ്. H1ന്റെ ID എന്ന് പറയുന്നത് head1 ആണ്. head1 നമ്മൾ എന്ത് ചെയ്തു, ഗെറ്റ് എലമെന്റ് ബൈ ID നുള്ളിലോട്ട് സ്റ്റോർ ചെയ്ത് പാസ് ചെയ്ത് കൊടുത്തു. ആ എലമെന്റ് എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ത് ചെയ്യും, നമ്മളുടെ HTML ഡോക്യുമെന്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു H1 ഈ പറഞ്ഞ ID ഉള്ള എലമെന്റിന് എന്ത് ചെയ്യും, സ്ക്രിപ്റ്റിലോട്ട് എടുത്ത് കൊണ്ടുവരും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എടുത്ത് വരുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പൊ console.log എന്ത് ചെയ്യാം, console.log എലമെന്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാൻ കൊടുക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻസ്പെക്ട് എടുക്കുന്നു, കൺസോൾ എടുത്തു, അപ്ഡേറ്റ് മീ ഈ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. വർക്ക് ആവണില്ലല്ലോ, എന്താ സംഭവം? വർക്ക് ആവാത്തതിന് കാരണം എന്താ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇതുവരെ കോൾ ചെയ്തിട്ടില്ല, അത് കാരണം എന്തെങ്കിലും കോഡ് ഓഫ് ലൈൻസ് എന്തെങ്കിലും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ടിൽ, ഓക്കെ, ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ടിൽ അപ്ഡേറ്റ് എലമെന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, എലമെന്റിനെ ആക്സസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് എലമെന്റ് വെച്ചിട്ട് നമ്മൾ എലമെന്റിനെ അപ്ഡേറ്റ് എലമെന്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ഓൺ ക്ലിക്കിൽ കോൾ ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇനി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, കൺസോളിൽ എലമെന്റ് കിട്ടിയിട്ടുണ്ട്. ഈ H1 കണ്ടോ, പ്രിന്റ് ചെയ്ത് വന്നതുണ്ടോ, ഒന്നുകൂടി കാണിച്ചു തരാം. റീഫ്രഷ് ചെയ്തു, അപ്ഡേറ്റ് മീ എന്ന് പറഞ്ഞ ബട്ടൺ ഞാൻ പ്രസ് ചെയ്തപ്പോൾ കാണുന്നുണ്ടോ, അവിടെ ഒരു എലമെന്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കാലിയാണ്, ഇപ്പോൾ പ്ലെയിൻ ആണ്. റീഫ്രഷ് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ പ്ലെയിൻ ആണ്, ഒന്നുമില്ല. അപ്ഡേറ്റ് മീ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യണത്, എലമെന്റ് ഇവിടെ ഡിസ്പ്ലേ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസോളിൽ കാണാം അല്ലെ, എലമെന്റ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ വന്നിട്ടുള്ള എലമെന്റിന്റെ ഡാറ്റ ഇവിടെ നമുക്ക് ഒരു എലമെന്റിനെ സ്ക്രിപ്റ്റിൽ നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ സ്റ്റൈൽസ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ കോണ്ടന്റ്സ് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ അതല്ലാന്നുണ്ടെങ്കിൽ ID നെയിംസ് കാര്യങ്ങൾ എന്ത് ആട്രിബ്യൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും സ്ക്രിപ്റ്റിൽ. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം നമ്മൾ എലമെന്റിനെ സ്ക്രിപ്റ്റിൽ ആക്സസ് ചെയ്തു, കൺസോളിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി പ്രിന്റ് വരുന്നുണ്ടോ സാധനം, എലമെന്റ്സിൽ നമുക്ക് ഇതിലെ എലമെന്റിൽ നമുക്ക് കറക്റ്റ്ലി നമ്മൾ ഉദ്ദേശിച്ച എലമെന്റ് വന്ന് സ്റ്റോർ ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തു. അപ്പോൾ അത് ഓക്കെ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിന്റെ ഉള്ളിലുള്ള ടെക്സ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ഹലോ വേൾഡ് എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ആക്കി കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എലമെന്റ് ഡോട്ട് ഇന്നർ ടെക്സ്റ്റ് നമ്മൾ നേരത്തെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സെയിം സാധനം തന്നെയാണ്. എലമെന്റ് ഡോട്ട് ഇന്നർ ടെക്സ്റ്റ്, അതിലോട്ട് എന്ത് ചെയ്യണം, ഒരു വാല്യൂ വെച്ച് കൊടുക്കണം. എന്താണ്, ഐ ആം ചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഐ ഹാവ് ചേഞ്ച്ഡ്. ഓക്കെ, ഐ
എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് വെച്ച് കൊടുത്തു. ഓക്കെ, നമ്മളൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചു നോക്കട്ടെ. അപ്ഡേറ്റ് മീ, കണ്ടോ ടെക്സ്റ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഐ ഹാവ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. റീഫ്രഷ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും ഹലോ വേൾഡ് എന്നായി. റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് വീണ്ടും പഴയ ടെക്സ്റ്റിന് ആവാൻ കാരണം ഡോം എന്ത് ചെയ്തു, നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഡോം വീണ്ടും എന്ത് ചെയ്തു, ക്രാഷ് ആയിട്ട് പുതിയൊരു ഡോം വീണ്ടും ക്രിയേറ്റ് ആവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ HTML ഡോക്യുമെന്റിൽ എന്താണോ ഉള്ളത് ആ ടെക്സ്റ്റ് ആയിരിക്കും നമ്മൾ പുതിയ ഒരു ഡോം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രൗസർ കോണ്ടന്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുക. നമ്മൾ അപ്ഡേറ്റ് മീ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു കോഡ് ഓഫ് ലൈൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാത്രം എന്ത് ചെയ്യും, ഡോമിൽ പോയിട്ട് ഈ ഒരു നോഡ് മാത്രം എന്ത് ചെയ്യും, റീഫ്രഷ് ചെയ്യും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ടെക്സ്റ്റ് കോണ്ടന്റ് ചേഞ്ച് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു എലമെന്റ് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യണം. ഇപ്പോൾ ഈ ഹെഡ് ഈ H1 എന്ത് ചെയ്യണം, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എലമെന്റ് റിമൂവ് ചെയ്യണം. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു അല്ലേ, ഇവിടെ ഓക്കെ ക്രിയേഷൻ നമ്മൾ നോക്കി, മോഡിഫൈ നോക്കി, അപ്പൻഡ് നോക്കി. ഓക്കെ, അപ്പൻഡും ഉണ്ട് അപ്പൻഡ് ചൈൽഡും ഉണ്ട്, രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, രണ്ട് രീതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ റിമൂവൽ, ഓക്കെ റിമൂവ് എങ്ങനെ നമുക്ക് ഒരു എലമെന്റിനെ നമുക്ക് നോഡിൽ നിന്ന് ഡോമിൽ നിന്ന് എങ്ങനെ നമുക്കൊരു നോഡിനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബട്ടൺ കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ടണിൽ റിമൂവ് എലം എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഓൺ ക്ലിക്കിൽ റിമൂവ് എലം എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ ഫംഗ്ഷൻ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്യണ്ടേ, ചെയ്യാണ്. റിമൂവ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അതിലോട്ട് ഓക്കെ ഏത് എലമെന്റിനാണ് നമുക്ക് റിമൂവ് ആക്കേണ്ടത്, അപ്പോൾ ആ എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, താഴോട്ട് ആക്സസ് ചെയ്യണം. ഓക്കെ, സ്ക്രിപ്റ്റിലോട്ട് ആക്സസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, എലമെന്റിനെ ആക്സസ് ചെയ്യാണ്. ID എന്താ നമ്മൾ കൊടുത്തിരുന്നത്, head1 അല്ലേ. ഓക്കെ, head1 കൊടുത്തു. ഇനി എന്ത് ചെയ്താൽ മതി, അതിന് നമുക്ക് എന്ത് ചെയ്യും, ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തൂടെ അല്ലേ. അപ്പോൾ കോൺസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി അതിന് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ഫംഗ്ഷൻ പറഞ്ഞത്, റിമൂവ് എലമെന്റ് അല്ലേ. റിമൂവ് എലമെന്റ് അല്ല, ജസ്റ്റ് റിമൂവ് ഉള്ളൂ അല്ലേ. എലമെന്റ് ഡോട്ട് റിമൂവ്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എലമെന്റ് ഡോട്ട് റിമൂവ്. ഓക്കെ, ഇനി നമുക്കൊന്ന് എന്ത് ചെയ്യാം, കോഡ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, റിമൂവ് എലമെന്റ്, യെസ് പോയിട്ടുണ്ട്, കണ്ടോ എലമെന്റ് അവിടെ നിന്ന് ഡിസ്പ്ലേ പോയില്ലേ. റിമൂവ് എലമെന്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഹലോ വേൾഡ് അവിടുന്ന് ടെക്സ്റ്റ് റിമൂവ് ആയി, കാണാനില്ലല്ലോ, കണ്ടോ. അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, തിരിച്ചു വരും കേട്ടോ. പിന്നെ റിമൂവ് അടിച്ച് പോയി. ഇനി എന്ത് ചെയ്തു, ഞാൻ ഇവിടെ കോഡിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി എൻ്റർ അടിച്ചു കേട്ടോ. കേട്ടോ, എന്തെങ്കിലും കോഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മുടെ പേജ് റീഫ്രഷ് ആവുകയാണ്. കാരണം നമ്മൾ ലൈവ് സെർവറിലാണ് നമ്മൾ ഓൺ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പേജ് എന്തെങ്കിലും ഓട്ടോമാറ്റിക് റീഫ്രഷ് ചെയ്യും. റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് എന്താണോ നമ്മൾ പേജിലുള്ള കോണ്ടന്റ് അത് അതേപടി തന്നെ ഡിസ്പ്ലേ ആവും. പിന്നെ ഡോം അപ്ഡേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഡോം അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡോം മാനിപ്പുലേഷനിൽ മെയിൻലി നോക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.